ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് വിരുന്നുകാരുണ്ട് കേട്ടോ. അമ്മയുടെ അച്ഛനും അങ്കിളൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പം പെട്ടെന്നൊരു കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. പനീർ ബട്ടർ മസാലയാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. ആദ്യമേ തന്നെ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ടു, കാരണം സമയമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ അതൊന്ന് വഴണ്ട് വന്നപ്പം തക്കാളി ഇട്ട് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് കാഷ്നട്ട് കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ചെറിയൊരു ചൂടോടെയുള്ള വെള്ളം കൂടെ ഒഴിച്ച് അടുപ്പത്തൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെച്ചേ. അപ്പോഴത്തേന് അമ്മയുടെ അച്ഛനും അങ്കിളും വന്നിട്ടുണ്ടായിരുന്നു. അവർ അമ്പലത്തിൽ വരെ പോയിട്ടാണ് കേട്ടോ വന്നത്. അയ്യോ, ഈ അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സൈഡ് തളർന്നു പോയ അച്ഛനാണ് കേട്ടോ ഇത്. കാലൊക്കെ കണ്ടില്ലേ, ഈയിടയ്ക്കാണെങ്കിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റും ഉണ്ടായി. കാലിൻ്റെ കുഞ്ഞു വിരലുകളിൽ 3 എണ്ണത്തിൽ അടിഭാഗം മൊത്തം പോയതായിരുന്നു കേട്ടോ. പിന്നെ അത് കരിഞ്ഞെല്ലാം ഓക്കെ ആയതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ പനീർ ജസ്റ്റ് ഒന്ന് ഞാൻ ചൂടാക്കി ഒരു ബ്രൗൺ കളറാക്കി എടുക്കും കേട്ടോ. പക്ഷെ അത് ഞാൻ ആദ്യമാണ് ചെയ്യുന്നത്. അന്ന് ഞാൻ ശരിക്കും മറന്നുപോയി. അതുകൊണ്ട് പിന്നെ ഒരു പാൻ എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത്. അതിൻ്റെ അടുത്ത് ജസ്റ്റ് കസ്തൂരി മേത്തി ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് പൊടിച്ച് അതും ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവിടെ എല്ലാവരും ചായ എടുക്കും ഒക്കെയാണ് കേട്ടോ. അപ്പോഴത്തേനും കുറച്ച് ഫ്രഷ് ക്രീമും ഇട്ട് കുറച്ചെന്ന് പറഞ്ഞാൽ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ബട്ടർ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കെല്ലാം കൊടുത്ത് അവർ പോവുകയാണ് കേട്ടോ. അവർ രണ്ടുപേരുടെ കാറിലാണ് കേട്ടോ വന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര അയക്കുകയാണ് ഗായ്സ്. ഇനി അവർ പോയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ. ഞങ്ങൾ പനീർ കറി മാത്രമേ വെച്ചിട്ടുള്ളൂ. പൊറോട്ട പുറത്തുനിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചത്. പക്ഷെ പൊറോട്ട കൊള്ളത്തില്ലായിരുന്നു ഗായ്സ്. നല്ല കട്ടിയായിരുന്നു, ഒരു സോഫ്റ്റ്നെസ് ഇല്ലായിരുന്നു. പിന്നെ കറി വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു. ഇനി അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.